കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അൻവർ പറഞ്ഞത് പിണറായി വിജയൻ മുഖ്യമന്ത്രി എനിക്ക് അച്ഛനെ പോലെയാണെന്നാണ്. പക്ഷേ ഇന്ന് അൻവർ പറയുന്നത് എന്താ? പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന അവസ്ഥയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ എന്നാ. മുഖ്യമന്ത്രി തള്ളി പറഞ്ഞാലും തൻ്റെ മനോവീര്യം തകർക്കപ്പെടില്ല എന്ന് അൻവർ പറയുന്നു. ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ഏകദേശം ഒരു 3 ആഴ്ച സമയമെടുത്തുള്ളൂ. ഇവിടെ CPM-ന്റെ പ്രതിനിധികളെ കാണാത്തത് കൊണ്ട് ഞങ്ങൾക്കാർക്കും അത്താഴം മുടങ്ങുന്നില്ല. പക്ഷേ CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധികൾ 10-23 ദിവസം അത്താഴം തൊണ്ടയിൽ കുടുങ്ങിയത് കൊണ്ടാണോ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ വരാത്തത് എന്നുള്ളതിനെ കുറിച്ച് മറുപടി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പാർട്ടിക്കാരോടെങ്കിലും മറുപടി പറയേണ്ടതാണ്. അത് വേറൊരു വിഷയമാണ്. ഞാൻ പരത്തി പറയുന്നില്ല. അല്ല കുഴപ്പമില്ല അരുണേ, ഞാൻ താങ്കളുടെ വാദം വിട്ടു, ഞാനത് വിട്ടു. കാരണം താങ്കൾക്ക് സ്ഥിരമുള്ള പരിപാടി അതുമ വിട്ടു. ഞാൻ ചോദിക്കുന്നത്, പരാതിയിൽ സമയബന്ധിതമായിട്ട് നടപടിയെടുക്കും അല്ലോ മുഖ്യമന്ത്രി. ഈ സമയം ബന്ധിതം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ റിപ്പോർട്ട് ഒരാഴ്ചക്കകം വേണമെന്ന് പറഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ അവിടെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി വിവരാവകാശം കൊടുക്കുകയും ആ വിവരാവകാശ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആ സമയബന്ധിതമായിട്ട് റിപ്പോർട്ട് കിട്ടിയോ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക്? അങ്ങനെ ഒരു റിപ്പോർട്ട് നിങ്ങൾക്കുണ്ടോ? ഈ പറഞ്ഞ പൂര കമ്മിറ്റിക്കാരുടെ മൊഴിയെടുത്ത മൊഴിപ്പകർപ്പയുടെ അരുണേ മറുപടി പറയണ്ടേ? പിന്നെ നിങ്ങൾ പറഞ്ഞ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അന്വേഷണത്തിൽ വലിയ നിലപാടെടുത്തതിന്റെ പേരിൽ 1ാം സമ്മാനം കിട്ടിയെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാ? CKP പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തതിന്റെ പേരിൽ രോഗിയാക്കപ്പെട്ടു എന്ന് പറയുന്ന CKP പത്മനാഭൻ ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. CKP പത്മനാഭൻ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയാണ് P ശശി. ഇതേ P ശശിക്കെതിരെയാണ് അൻവർ ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾ ആരോപണം ഉന്നയിച്ച് കണ്ട് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്നു എന്ന് പറയാം. കേരള പോലീസ് അങ്ങനെ ആരെങ്കിലും വന്ന് ആരോപണം ഉന്നയിച്ചാൽ മനോവീര്യം തകർക്കപ്പെടുന്ന ഏജൻസിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. പിണറായി വിജയന്റെ കല്ലേ പിളർക്കുന്ന കൽപ്പന കേട്ട് ചൊൽപ്പടിക്ക് നിൽക്കുന്ന പോലീസ് വല്ലവരും ഉന്നയിക്കുന്ന ആരോപണം കേട്ടാൽ മനോവീര്യം തകർക്കപ്പെടുമെന്ന് പറഞ്ഞാൽ CPM-ന്റെ പ്രതിനിധിയായിട്ട് വരുന്ന അരുൺകുമാർ പറയുന്നത് പോലീസിന് അത്രത്തോളം വിലയുള്ളൂ എന്നാണോ? മാങ്ങ മോഷ്ടിക്കുകയും മാല മോഷ്ടിക്കുകയും ചെയ്യുന്ന പോലീസുകാരുടെ നിലവാരത്തിലൊക്കെയാണോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മൊത്തത്തിൽ പോയിരിക്കുന്നത്? നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അൻവറിന്റെ ആരോപണത്തിൽ മനോവീര്യം തകർക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉന്നയിക്കുന്നത്? പിന്നെ അല്ല, ഒന്നാമതായിക്കോട്ടെ അരുൺകുമാറെ ഞാൻ പറയട്ടെ, താങ്കൾക്കൊരു മര്യാദയില്ല, താങ്കൾക്കൊരു ചർച്ചയിൽ ഒരു മര്യാദയില്ല. താങ്കൾ എന്തിനാ ഇത്ര വിഷമിക്കണേ? താങ്കൾ എങ്ങനെ ഇത്ര വിഷമിക്കണേ? ഞാൻ എന്റെ ഭാഗങ്ങൾ പറയുമ്പോൾ എന്റെ വാദങ്ങൾ പറയുമ്പോൾ താങ്കൾ എന്തിനാ വിഷമിക്കണേ? താങ്കൾക്ക് ഇത്ര അധികം പറയാനുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വരുമായിരുന്നു, വന്നില്ലല്ലോ. നിങ്ങൾ 3ാം പിണറായി സർക്കാരിനെ കുറിച്ച് പറയുന്നു. 3ാം പിണറായി സർക്കാർ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ കേരളത്തിന്റെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും തൃപ്തിയില്ലത്രേ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ. ADGP MR അജിത് കുമാർ RSSന്റെ നേതാക്കന്മാരെ കണ്ടത് എന്തിനാണെന്ന് പറയാൻ CPM-ന്റെ പ്രതിനിധിയായിട്ടുള്ള അരുൺകുമാറിന് ഇന്ന് പറ്റുമോ? ഈ 10-23 ദിവസങ്ങൾക്ക് ശേഷം താങ്കൾക്ക് ധൈര്യമുണ്ട് ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ? MR അജിത് കുമാർ എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ADGP RSS നേതാക്കന്മാരെ രഹസ്യ സന്ദർശനം നടത്തി കണ്ടത് എന്ത് സ്വകാര്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയാൻ താങ്കൾക്ക് ഈ ചർച്ചയിൽ പറ്റുമോ? ഞാൻ എന്റെ വാദം നിർത്തുക, എന്റെ സമയം താങ്കൾക്ക് തരാം. മറുപടി പറയും അരുൺ. മറുപടി. അതായത് ADGP RSS നേതാവിനെ പോയി കണ്ടത് എന്തിനാണെന്ന് ഞാൻ പറയണം എന്നതാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. അതൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്, കൃത്യമായി റിപ്പോർട്ട് വരും, കൃത്യമായിട്ട് നടപടി ഉണ്ടാവും. ഇതൊക്കെ കാത്തിരിക്കാം. നിങ്ങൾ ആദ്യം ആ K മുരളീധരൻ പറഞ്ഞ വാചകം ഉണ്ടല്ലോ 2 ദിവസം മുമ്പ്, ഈ മാതൃഭൂമിയുടെ ആർക്കൈവിലൊക്കെ ഉണ്ടാവും. K മുരളീധരൻ നിങ്ങളുടെ നേതാവ്. അത് പറയാൻ പാടില്ല. മറുപടി പറയും. നിങ്ങൾ മറുപടി പറയുന്നത് എന്തിനാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത്? മറുപടി പറയും. CPM-ന് മറുപടിയില്ലേ? പ്രകാശ് ജാവദേക്കർ അന്വേഷണത്തിന് ശേഷം അതിൽ നിലപാട് പറയാനായിരുന്നു എങ്കിൽ ഇത് ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഒരു വിവരം കിട്ടിയതിന്റെ പേരിൽ സ്വന്തമായ അന്വേഷണത്തിന് ഉത്തരവിട്ടതല്ല. ഇത് ഇപ്പോൾ പുറത്തു വന്ന വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം എത്രയോ മാസങ്ങൾക്ക് മുൻപ് നടന്ന കൂടിക്കാഴ്ചയാണ്. അപ്പോഴൊന്നും അന്വേഷണം വേണമെന്ന് തോന്നിയില്ല. ഇപ്പോൾ പുറത്തു വന്ന വിവാദങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ മാത്രമാണ് അന്വേഷണം എന്നുള്ളത് കൊണ്ട് അതിൽ വലിയ വേദനയില്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിമർശനമായി ഉയർന്നതാണ്. അതിലേക്ക് ഇനി പോകേണ്ടതില്ല.